എല്ലാവരുടെ ലൈഫിൽ കാണുമല്ലേ ഗൈസ്, ഒരുപാട് വർഷമായി നമ്മുടെ കൂടെ ഉള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത ഇതാണ്. കഴിഞ്ഞൊരു 10-11 വർഷമായി ഗൈസ് ഞങ്ങൾ ഒന്നിച്ച് സ്റ്റിൽ ഡേ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. എൻ്റെ കൂടെ എപ്പോഴും എന്ത് കാര്യത്തിനും ഇവള് കൂടെ കാണും ഗൈസ്. ഇത് എൻ്റെ മുത്താണ് ഗൈസ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മുടെ മുത്തിൻ്റെ കല്യാണമാണ് അടുത്ത മാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കരുനാഗപ്പള്ളിയിലോട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ പർച്ചേസിങ്ങിനായിട്ട് വന്നൊന്നും അല്ല ഗൈസ്, ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി എങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാമല്ലോ. എടുക്കാൻ വരുന്ന ദിവസം എന്തായാലും നമ്മൾ ഹറിബറി ആയിരിക്കും, അതുകൊണ്ട് എന്തായാലും ഒന്ന് നോക്കി വെക്കാം. നമ്മളിത് ആദ്യമായിട്ടല്ലേ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വന്നു, നമ്മുടെ എസ് ഭാരതിലാണ് ഫസ്റ്റ് പോയത്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നോക്കി ഇഷ്ടപ്പെട്ടു. അതിൽ ഒരെണ്ണം നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രയൽ ചെയ്ത വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി ഗൈസ്. ഈ ഒരു ഐറ്റമായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടത്, അത് വെച്ച് നോക്കി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ലൊരു കളറും നല്ല പാറ്റേണും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇതുപോലെ ഇത്ര ഹെവി എടുത്താലും നമ്മൾ ഒരു ദിവസമല്ലേ ഇടത്തുള്ളൂ. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു വട്ടം നടക്കുന്ന ഒരു കാര്യമല്ലേ ഗൈസ്. അപ്പം എന്തെങ്കിലും കുറച്ച് ഹെവി ആയാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് നടക്കുകയാണ്. വേറെ അങ്ങോട്ടുമല്ല, നമ്മുടെ വെഡ്സ് ഇന്ത്യയിലോട്ടാണ് ഇനി പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വെഡ്സ് ഇന്ത്യയിലോട്ട് പോകുന്നത്. പപ്പായൻ ടീച്ചറിനെ വിളിച്ച് അവൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ബസ് ഇറങ്ങി വെഡ്സ് ഇന്ത്യയിലോട്ട് വന്നു. മുത്തിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷത്തിലുപരി ഒരുപാട് സങ്കടമാണ് ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണെന്ന്. വേറെ ഒന്നുമല്ല, നാട്ടിൽ എനിക്ക് അത്രയും അടുത്ത ഫ്രണ്ട് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടം അവളുടെ അടുത്ത് മാത്രമാണ്. വേറെ ഒരിടത്തും എനിക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ അവൾ പോകാൻ പോകുന്നു എന്നൊക്കെ അറിയുമ്പോൾ എന്തോ എനിക്കൊരു വിഷമമാണ്. അതും കുറച്ച് ദൂരെയാണ് ഗൈസ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അവളിതേ ട്രയൽ ചെയ്യാനകത്ത് കയറിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീഡിയോ പരിപാടികളൊക്കെ ഇവിടെ എടുത്തോണ്ട് വെക്കുമായിരുന്നു. ഇതൊക്കെ ഇട്ട് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അവളിതൊക്കെ ഇട്ട് കണ്ട് കല്യാണമാണെന്ന് ഇപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഇതൊക്കെ ഇട്ട് കണ്ടപ്പോഴാണ് അയ്യോ കല്യാണം ഇങ്ങ് അടുത്തല്ലോ എന്നുള്ളൊരു ചിന്ത വന്നത്. ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ നോക്കി വെച്ചു നമ്മൾ അടുത്ത് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഏതായാലും വന്നതിലെ സാരി സെക്ഷനോടൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഞങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു നമ്മളൊരു പാറ്റേണിൽ ഒരു സാരി കാണിച്ചു ഗൈസ്. അപ്പോൾ അവരത് എടുക്കാൻ പോയേക്കുമായിരുന്നു. ഒരുപാട് സാരി ഉണ്ട് ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ വില കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ അതിലോട്ട് വലുതായിട്ട് കടന്നില്ല. ഇത് എന്തോ 1 ഗ്രാം ഗോൾഡിലുള്ള സാരി എന്തോ ആണ് ഗൈസ്, അതുകൊണ്ട് പ്രീമിയം സെക്ഷനിൽ എന്തോ ഇരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് കാണിച്ചത്. ഇതൊക്കെ ഓരോരുത്തരും എടുക്കുമായിരിക്കും ഗൈസ് അല്ലേ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും ഇതിന് പറ്റത്തില്ല ഗൈസ്, കാരണം അതുപോലെ വിലയായിരുന്നു. അങ്ങനെ കുറേ സാരികളൊക്കെ നോക്കിയിട്ട് നല്ല പൊരി വെയിലത്താണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. സൂര്യൻ ഞങ്ങളെ വെറുതെ വീട്ടിലെ മുഖമെല്ലാം നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഏതായാലും ബസ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ബസ് കയറിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഞങ്ങളേതായാലും ബസ് ഇറങ്ങി നല്ലൊരു ഊണ് കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. എപ്പോഴും ബിരിയാണിയൊക്കെ അല്ലേ കഴിക്കുന്നത്, അപ്പം വിചാരിച്ചു ഇന്ന് ഊണ് കഴിക്കാമെന്ന്. നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ ബൈ.